ഡൽഹിക്കെതിരെ ഒരു തലസ്ഥാനം പിടിച്ചടക്കിക്കൊണ്ടുള്ള ഒരു മത്സരം തന്നെയായിരുന്നു ദില്ലിയെ സംബന്ധിച്ചോളം. തല ദില്ലിയിൽ ഫോർ അതായത് തല 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 ഫോർ എ റീസൺ. തലയും വാലും ഒന്നും അല്ല അങ്ങനെയല്ല സഞ്ജു ആദ്യം പറഞ്ഞത്. ഇല്ല ചേട്ടാ, അതൊന്നും ചേട്ടാ, ഞാനതൊന്നും അല്ലേ? നോക്കാറില്ല ചേട്ടാ. അദ്ദേഹത്തിൻ്റെ ഒരു LB അതൊക്കെ തുടക്കത്തിൽ തന്നെ ഒരു അപ്പീൽ കിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും എങ്ങനെയെങ്കിലും കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിൽ സഞ്ജു പോട്ടെ എന്നുള്ള ഒരു രീതിയിൽ ഡൽഹി അപ്പീൽ ചെയ്യുന്നൊക്കെ ഉണ്ട് തുടക്കത്തിൽ തന്നെ. അപ്പോൾ ഈ രീതിയിൽ സഞ്ജുവിനെ പേടിച്ചുകൊണ്ട് തന്നെയാണ് അവർ ഇറങ്ങിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യമുണ്ട്. കാരണം സഞ്ജു ഫോമായാൽ അതൊരു ആ ടീമിനുണ്ടാകുന്ന ഒരു ബലം അല്ലെങ്കിൽ ആ ടീമിനുണ്ടാകുന്ന ഒരു മുന്നേറ്റം അത് ശരിക്കും അവർ കണ്ടറിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അവരുടെ ഫസ്റ്റ് ബാറ്റിങ്ങിൽ. ഇപ്പോൾ ഡൽഹി തകർന്ന ഒരു അവസ്ഥയിലായിരുന്നു. പ്രത്യേകിച്ച് അതിൽ ചെന്നൈ ബൗളർമാരുടെ ഒരു കാര്യം എടുത്തു പറയേണ്ടതാണ്. കാരണം ഈ മത്സരത്തിന് ശേഷം ഗെയ്ക്വാദ് തന്നെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഈ അഖിൽ ഹുസൈൻ്റെ ഒക്കെ പ്രകടനം, അതുപോലെ തന്നെ ജാമി ഓട്ടൻ്റെ പ്രകടനമൊക്കെ ഇന്നലെ അൻഷുൽ കമ്പോജ് ഒഴികെയുള്ള മറ്റുള്ളവരെല്ലാം അത്യാവശ്യം നന്നായിട്ട് ബോൾ എറിഞ്ഞു എന്നുള്ളതാണ്. അൻഷുൽ കമ്പോജും തുടക്കത്തിൽ എറിഞ്ഞെങ്കിലും ഒരു 18-20 ഓവറുകളിലാണ് അൻഷുൽ കമ്പോജിന് തുടർച്ചയായിട്ട് അടി വാങ്ങേണ്ട ഒരു അവസ്ഥ വന്നത്. 2 സിക്സറുകളും മറ്റൊക്കെ തുടർച്ചയായിട്ട് ആ 2 ഓവറുകളിലും 18-ാം ഓവറിലും 20-ാം ഓവറിലും ഒരു 18 റൺസ് 20 റൺസൊക്കെയാണ് ഈ 2 ഓവറുകളായിട്ട് പിന്നീട് പിറന്നത്. അപ്പോൾ ആ ഒരു ഓവറുകളാണ് അത് സ്റ്റെപ്സും അതുപോലെ സമീർ റിസ്വിയും ഉള്ള ഒരു പോരാട്ടത്തിന്. അതായത് സമീർ റിസ്വിയാണ് അവസാനം അദ്ദേഹത്തെ എടുത്ത് സിക്സുകൾ അടിച്ച് ആ ഭേദപ്പെട്ട സ്കോറിലേക്ക് എത്തിച്ചു എന്നുള്ളത്, ഒരു ഭേദപ്പെട്ട സ്കോറിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഡൽഹിയെ സംബന്ധിച്ചുള്ള നല്ല ക്രൂഷ്യലായിരുന്നു. അത് എത്തിച്ചു എന്നുള്ളതാണ് സമീർ റിസ്വിയുടെയും സ്റ്റെപ്സിൻ്റെയൊക്കെ പ്രധാന നേട്ടം എന്ന് പറയുന്നത്. കാരണം തുടക്കത്തിൽ പതറിയ ഒരു ഡൽഹി, അവർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 100 റൺസ് കടക്കുമോ എന്ന് ഒരു പ്രതീക്ഷയുമില്ലാത്ത ഡൽഹി, ആ ഡൽഹിയെ സ്റ്റെപ്സും റിസ്വിയും നമ്മളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അദ്ദേഹം ഈ കളിയിലേക്ക് വീണ്ടും ഒരു തിരിച്ചുവരവ്, IPLലേക്ക് ഒരു തിരിച്ചുവരവ് നടത്തുന്ന ഒരു സൂചന പോലെയായിരുന്നു ഇന്നലെയൊക്കെ മത്സരത്തിൽ കാണുന്നത്. കാരണം തുടക്കത്തിൽ റിസ്വിയുടെ ഒരു നല്ല പെർഫോമൻസ് കണ്ടെങ്കിലും ഇടക്കാലത്ത് പിന്നീട് നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് റിസ്വി വീണ്ടും ഒരു ഫോമിലേക്ക് വരുന്നു എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഈ ചെന്നൈയുടെ ബൗളിംഗ് യൂണിറ്റാണ്, മുകേഷ് ചൗധരി ഉൾപ്പെടെയുള്ള നൂർ അഹമ്മദിൻ്റെ അത് ഇന്നലെ ഈ കരുൺ നായർ ഉൾപ്പെടെയുള്ള, അതുപോലെ കരുൺ നായരൊക്കെ ഇന്നലെ ഒരു പോരാട്ടത്തിന് ശ്രമിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ പോലും അതിനൊന്നും അനുവദിക്കാതെ നൂർ അഹമ്മദ് എടുക്കുന്ന 2 വിക്കറ്റുകളുണ്ട്. അതൊക്കെ ചെന്നൈയുടെ ഒരു ബൗളിംഗ് നിരയെ ശക്തിപ്പെടുത്തി എന്നുള്ളതും ചെന്നൈക്ക് നല്ലൊരു ബൗളിംഗ് യൂണിറ്റ് ഉണ്ട് എന്നുള്ളതും ഈ ഗെയ്ക്വാദ് ഇന്നലെ ആ മത്സരശേഷം പറയുന്നതാണ്. നല്ലൊരു ബൗളിംഗ് യൂണിറ്റ് ഞങ്ങൾക്കുണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അൻഷുൽ കമ്പോജ് ഇന്നലെ ഒരു പ്രകടനം അൻഷുൽ കമ്പോജ് നടത്താനായില്ല എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തെ ഒരിക്കലും മോശമാക്കി കാണേണ്ടതില്ല. കാരണം അതിന് തൊട്ട് മുമ്പുള്ള മത്സരങ്ങളിലെല്ലാം നോക്കുകയാണെങ്കിൽ അൻഷുൽ കമ്പോജിൻ്റെ പ്രകടനം മികച്ചതാണ് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അങ്ങനെ ടോട്ടലി ഇന്നലെ ചെന്നൈ ബൗളിംഗ് യൂണിറ്റ് ഒരു ഭാഗത്ത് നല്ല പെർഫോമൻസ് നടത്തുമ്പോൾ ഒപ്പം തന്നെ കിടപിടിക്കുന്ന രീതിയിൽ സഞ്ജുവിൻ്റെ നേതൃത്വത്തിൽ ബാറ്റിങ്ങിലും ആ ഒരു പെർഫോമൻസ് കീപ്പ് ചെയ്യാൻ ചെന്നൈക്ക് സാധിച്ചു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്.